ഇങ്ങനെ ആരെങ്കിലും ചെന്നെങ്കിൽ അത് റിസൾട്ട് നോക്കൂ. ഇല്ല അദ്ഹബല്ലാഹു ഹമ്മഹു വഹുസ്നഹു, അവന്റെ ബേജാർ അല്ലാഹു ദൂറാക്ക മറിക്കല. ഞങ്ങൾക്ക് ബേജാറായ സത്യം എന്താക്കറേ, ഞങ്ങളാൽമാരെന്താക്കറേ, നല്ലൊരു ബലി വലിച്ചിട്ട് ഒരു സിഗരറ്റ് രാത്രി വലിച്ചോണ്ട് ബേജാറല്ല പോയിട്ട് അല്ലേ, ഇല്ലെങ്കിൽ ഒരു ടൂർ പോകും എവിടെയെങ്കിലും മനസ്സിൽ ബേജാറൊന്ന് ദൂറാക്കും അല്ലേ. യഥാർത്ഥത്തിൽ അത് ബേജാറല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ദിക്റ് ഞങ്ങളോ എല്ലാ നമ്മത്തുള്ളേ ബച്ചവാക്കറുണ്ട് ഹാഫിദ്. അപ്പൊ അതിലെന്ത് ഗൗസ് ബണ്ട് മുഗീസ് ബണ്ട് അല്ലേ. മുഗീസ് അള്ളാഹു മുഗീസ് അല്ലേ. ആ മുഗീസിനൊക്കെ പോയി ഗൗസുൽ ആലം വെച്ച് കൊടുത്തിട്ടുണ്ട്. அதுக்கு சொல்ற இல்ஹாத் சொல்ற முகீஸ் சொந்தல் அல்லாஹ்வுடைய பேருக்கு போயிட்டு கௌசுல் ஆலம் சொந்து கொடுத்திട്ടുണ്ട്. அதுக்கு சொல்றோம் இல்ஹாத். வதருல் லதீன யுல்ஹிதுன ஃபி அஸ்மாஇ. ഇങ്ങനെ ഇൽഹാദ് നടപ്പാട്ടങ്ങളുള്ളതല്ലേ ഞങ്ങൾ വിട്ടുകൊണ്ടിരോ. അത് തപ്പ് ഞങ്ങൾ ആക്കിക്കൊണ്ടിരുന്നത് പരസ്പരം തമാസാക്കര സദസ്സിൽ വെച്ച് ഞങ്ങൾ കൂതീര. ഏതെങ്കിലും അള്ളാഹു തമാസാക്കര ക്ലിപ്പിംഗ് എടുത്ത് ഞങ്ങൾക്ക് അടുത്തു കൂതീര. നിങ്ങൾ മനസ്സിലാക്കൂ, ആരെ പഠിപ്പാട്ടുകൊള്ള അത് അങ്ങനത്തെ അത്യാവശ്യം ഞങ്ങൾ അങ്ങനെ ആക്കിത്തേ ഇല്ല. ഞങ്ങൾ പരസ്പരം കളിയാക്കിത്തേ ഇല്ല. ഞങ്ങൾ അള്ളാഹു അസ്മാരെ കളിയാക്കിത്തില്ല. ചൊന്നെങ്കിൽ മാത്രമേ ഞങ്ങൾ എടുത്ത് കാട്ടണമാറ്. ഞങ്ങൾ പ്രത്യേകം അള്ളാഹു അസ്മാർ വ്യക്തമായി ആരെങ്കിലും പരിഹസിക്കൽ കണ്ട സത്ത് ഞങ്ങൾ 40 ഫോറോട്ടാക്കി വിടും. നോക്കൂ അല്ലാത്ത നോക്കൂ ഖുറാഫിമാർ അവസ്ഥ നോക്കൂ. ഞങ്ങൾക്ക് അത് പരസ്പരം ഞങ്ങൾക്ക് പെരുസല്ലേ നമുക്ക് സാധ്യമില്ല. ഈ ಕೆಂತುಲ ಕಪ್ಪೆ ಅವರಾರು ಎಪ್ಪ ಜಾಹಿಲ್ ಮಾರವರಾರು ಅಲ್ಲಾಹು ಅಸ್ಮಾರ ವಿಷಯದಲ್ಲಿ ಇಂಕಾರ ಹಾಕಿರಂಗ ಜಾಹಿಲ್ ಮಾರವರ. ಅಸ್ಸಲಾಮು ಅಲೈಕುಂ ವರಹಮತುಲ್ಲಾಹಿ ವಬರಕಾತುಹು. ಅಲ್ಹಮ್ದುಲಿಲ್ಲಾಹಿ ವಸ್ಸಲಾತು ವಸ್ಸಲಾಮು ಅಲಾ ರಸೂಲಿಲ್ಲಾಹ್ وعلى آله وصحبه ومن والاه. أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് അവൻ്റെ തൗഹീദ് പഠിക്കൂ ಅವಕಾಶ ತಂದ್ರ ಅಲ್ಹಮ್ದುಲಿಲ್ಲ. ಆದರೆ ನಂಗೆ 69ാമത്തെ ക്ലാസ്സിലേക്ക് ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് ಅದಕ್ಕೆಲ್ಲ തൗഫീഖ് ತಂದ್ರ ಅದರ നിലനിർത്തിക്കൊണ്ട് പോകുന്നതായോ മനസ്സ് ഞങ്ങൾക്ക് അല്ലാഹു തരട്ടെ. ആമീൻ. ഇന്നത്തെ വിഷയം ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് അയാളോ കിതാബ് തൗഹീദില് ഒരു ബാബ് അധ്യായ ഇടറ്. അതെന്താ ചെന്നെങ്കിൽ വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, ആ ആയത്ത് സൂറത്തുൽ ആറാഫ് 189ാമത്തെ ആയത്ത്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, അല്ലാഹുക്കുണ്ടു അത്യಂತ ಉತ್ತಮമായ ಚಂದದ പേരുങ്ങ നാമങ്ങ. ഫദ്ഉഹു ബിഹാ, നിങ്ങൾ അല്ലാഹുരൊട്ടു ദ്വാർക്കರು ഈ നാമങ്ങ ഈ അസ്മാ കൊണ്ടുത്തു ഈ പേരുങ്ങളെ കൊണ്ടുത്തു. വദറുല്ലദീന യുൽഹിദൂന ഫി അസ്മാഇഹി, അങ്ങനെ ಬಿಟ್ಟುಬಿಡೋರು, അങ്ങനെ ಸಂಬಂಧ ನೀವು ಬಿಡೋರು അല്ലാഹുರೋ പേരിൽ ഇൽഹാദ് നടത്തുറങ്ങ, ഇൽഹാദ് ഉണ്ടാക്കിറങ്ങ. അതിന് ഇൻഷാ അല്ലാഹ് വിവരിച്ചിട്ടുണ്ട് എന്തിനാ ഇൽഹാദ് ചൊന്തലത്. സയുജ്സൗന മാ കാനൂ യഅമലൂൻ, അങ്ങ് എന്തിന് പ്രവർത്തിച്ചുകൊണ്ടുള്ളവർ അതിന്റെ വിഷയത്തിൽ അള്ളാഹു അങ്ങ് തക്കതായ പ്രതിഫല കൊടുക്കുക, ജസാ കൊടുക്കുക, ശിക്ഷ കൊടുക്കുക. അങ്ങ് പ്രതിഫല കിട്ടുന്നുണ്ട്. ഒരു ഹദീസിൽ ഇങ്ങനെ കണ്ട് ഇന്ന ലില്ലാഹി 99 ഇസ്മൻ, അള്ളാഹുക്ക് 99 പേരുണ്ട്. അത് മാത്രമല്ല വേറെ ഹദീസിൽ അതിലേക്കാണ് യാറ ഉണ്ട് ചൊന്ന പോലെ ഉണ്ട്. 100 ഇല്ല വാഹിദ, 99 ചൊന്നി 100 കൊറോടി. മൻ അഹ്സാഹ ദഖലൽ ജന്ന, അതിനെ ആരെങ്കിലും ക്ലിപ്തപ്പെടുത്തിയാണ്ടായെങ്കിൽ അതിനെ കരാറ് വക്കൈത്ത് മനസ്സിലാക്കിയാണ്ടായെങ്കിൽ പഠിച്ചാണ്ടായെങ്കിൽ ദഖലൽ ജന്ന, അവൻ എന്താക്കറ, അവനക്ക് അള്ളാഹു സ്വർഗത്ത് കൊടുക്കുക, അവൻ സ്വർഗത്ത് പ്രവേശിക്കുക. വഹുവ വിത്ർ, അള്ളാഹു ഒറ്റ എത്തിക്കറ. യുഹിബ്ബുൽ വിത്ർ, ഒറ്റ സംഖ്യ അള്ളാഹു ഇഷ്ടപ്പെടുക. സ്വഹീഹയിലുള്ളതായ ബുഖാരി മുസ്ലിമിൽ ഒരു ഹദീസ് എത്തിക്കറ്. അപ്പോൾ ഇതില് ഞങ്ങൾക്ക് മനസ്സിലാവും 99 മാത്രമല്ല, അത് 99 നാമങ്ങ
പേരുങ്ങ അള്ളാഹു കൊണ്ടു അതിരൊട്ടുക്ക് വേറെ ഉണ്ടു. പിന്നെ നോക്കൂ, നിങ്ങ ഒരു ഹദീസിൽ ഇങ്ങനെ കാണ്ട് യുഹിബ്ബുൽ വിത്ർ, അള്ളാഹു വിത്തർ ഇഷ്ടപ്പെടുക, അതായത് ഒറ്റ സംഖ്യ ഇഷ്ടപ്പെടുക. ഒറ്റ ചൊന്നിന്റെ എന്തിന് ബെസസംഖ്യ 1, 3, 5 ഇങ്ങനെ പോകേണ്ട സംഖ്യകൾ അള്ളാഹു ഇഷ്ടപ്പെട്ടു. നിങ്ങൾ എന്തിനും നിങ്ങൾ ആക്കുമ്പോ വിത്തറിൽ ആക്കൂ, വിത്തറ് പോലെ നിങ്ങൾ ആക്കൂ. അപ്പൊ അള്ളാഹുയുടെ പേര് വന്നതായ ഒരു റിപ്പോർട്ടുണ്ട്, അതായത് ബുഖാരിലുള്ളത്. അങ്ങനെ കാണേണ്ടതിരെ ഹു അല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു, അള്ളാഹു ചൊന്ന ആറ്, അവനല്ലാത്ത വേറെ ഇലാഹില്ലാത്തവൻ. ഹു റഹ്മാൻ, അവന് റഹ്മ വലിയ കരുണാനിധി എത്തിക്കറ. റഹീം അങ്ങനെ പോകേണ്ട പേര്. അൽ മലിക് അൽ ഖുദ്ദൂസ് സലാം അൽ മുഅ്മിൻ അൽ മുഹൈമിൻ അൽ അസീസ് അൽ ജബ്ബാർ അൽ മുതകബ്ബിർ. പിന്നെ അൽ ഖാലിഖ് അൽ ബാരി അൽ മുസവ്വിർ അൽ ഖഹാർ അൽ ഗഫാർ അൽ വഹാബ് അൽ റസാഖ് അൽ ഫത്താഹ് അൽ അലീം അൽ ഖാബിദ് അൽ ബാസിത്ത് الخافض الرافع المعز المذل السميع البصير الحكم العدل اللطيف الخبير الحليم العظيم الغفور الشكور العلي الكبير الحفيظ المقيت الحسيب الجليل الكريم الرقيب المجيب الواسع الحكيم الودود المجيد الباعث الشهيد الحق الوكيل القوي المتين الولي الحميد المحصي المبدئ المعيد المحيي المميت الحي القيوم الواجد الماجد الواحد الأحد الفرد الصمد القادر المقتدر المقدم والمؤخر الأول والآخر الظاهر الباطن الوالي المتعالي البر التواب المنتقم العفو الرؤوف المالك الملك ذو الجلال والإكرام المقسط الجامع الغني المغني المعطي المانع الضار النافع النور الهادي البديع الباقي الوارث الرشيد الصبور. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുള്ളൂ, ഈ പേരിൽ ഒരാൾക്കും ഞങ്ങളെ മക്കൾക്ക് ഞങ്ങളെ ഇസ്ലാം വന്ന പുതിയ സഹോദരന്മാർക്ക് അബ്ദു കൂട്ടിത്ത് ഈ പേരുങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുക്ക് ഇഷ്ടപ്പെട്ട പേരുകളിൽ എത്തിക്കര് അങ്ങനെ വിളിക്കപ്പെടരുത്. അപ്പൊ ഇതെന്ത് അള്ളാഹു ഫദ്ഉഹു ബിഹാ ചൊല്ലില്ലേ ആയത്തിൽ എന്തൊരു ചൊല്ലുണ്ടല്ലോ, ഫദ്ഉഹു ബിഹാ, നിങ്ങൾ കേൾക്കൂ, അള്ളാഹുരൊട്ടിക്ക് അള്ളാഹുരെ നിങ്ങൾ ഇതിൽ വിളിക്കൂ. ഏതിൽ വിളിക്കൂ? ഈ പേരുങ്ങളിൽ വിളിക്കൂ. അതായത് തവസ്സുലാക്കൂ ചെന്നെതിരെ അള്ളാഹു മുട്ട പോണക്കുള്ള തെരു കണ്ടെത്തരു. ഇങ്ങനത്തെ പേരുകളെ വിളിച്ചെത്തി എത്തിക്കട്ടെ നിങ്ങൾ ദുആത്തിൽ യാറ ഉപയോഗമാക്കുള്ളത്. അതുകൊണ്ട് അള്ളാഹു നിങ്ങളുടെ ദുആത്തിൽ ജവാബ് തണ്ട. അപ്പൊ ഫദ്ഉഹു വൈജനി ഫതവസ്സുലു ബിഹാ, നിങ്ങൾ തവസ്സുലാക്കൂ. അപ്പൊ തവസ്സുൽ നിഷേധിയല്ല, നിങ്ങൾ തവസ്സുൽ നിഷേധാക്കാവില്ല. നിങ്ങൾ തവസ്സുലാക്കൂ അള്ളാഹുവിന്റെ നാമങ്ങളെ കൊണ്ടുത്തു. പിന്നെ ആൾമാറ് തപ്പ് വിചാരിച്ചാൽ ചില വിഷയത്തിൽ എന്തേ മരിച്ചങ്ങളെ മേൽ തവസ്സുലാക്കറങ്ങ, മരിച്ചങ്ങ കബറിന് മുട്ട പോയിത്ത് മരിച്ചങ്ങളെ മുട്ട പോയിത്ത് അങ്ങളൊട്ടിക്ക് പിലിച്ചു തേടുറമ്മ, ഇല്ല അങ്ങനെ ആക്കുക വർക്കത്ത് കൊണ്ട് കേൾക്കറമ്മ. ഇത് യഥാർത്ഥത്തില് ഇസ്ലാം ഇബാദത്ത് അതിന് കടക്ക് കത്തിവെക്കല്ലേ, അതുപോലത്തെ സ്വറയത്തിക്ക ഷിർക്ക് സംഭവിക്കരുത്, അമൽ ബർബാദാവരു. അപ്പൊ നിങ്ങൾ തവസ്സുലാക്കരു അള്ളാഹുരോ നാമ കൊണ്ടു തൈത്തല്ല മാറ്, ആരെ കൊണ്ടു തല്ല, മരണപ്പെട്ടങ്ങളെ കൊണ്ടു തല്ല. അങ്ങനെ എത്ര വലിയ മഹാനായെങ്കിൽ സമ്മ. അപ്പൊ മഷ്റൂ ആയ തവസ്സുലേത് ഇസ്ലാമിലുള്ളതായ വിധിയിലുള്ളേ തവസ്സുലെന്തരെ അത് ഇതൈത്തിക്കറ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ അംഗീകരിച്ചതൈത്തിക്കറ് ഈ നാമങ്ങ. പിന്നെ ذكر ابن ابي حاتم عن ابن عباس يلحدون في اسمائه ന്റെ അർത്ഥം ചൊല്ലു നോക്കൂ. ലൈൻ മേൽ കണ്ട ഇബ്നു അബി ഹാത്തിം ചൊല്ലു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുലെ ആ ഒരു റിപ്പോർട്ട് എടുത്ത് ചൊല്ലു യുൽഹിദൂന ഫി അസ്മാഇ ചൊന്നിന്റെ അല്ലാഹുവിന്റെ നാമത്തിൽ കലിക്കിറങ്ങ, അല്ലാഹുവിന്റെ അസ്മാഇൽ കലിക്കിറങ്ങ. ഈ ഇൽഹാദ് ചൊന്നിന്റെ ചാഞ്ഞു പോണ്ട അഞ്ഞു ചായറങ്ങ. യഥാർത്ഥ ഹക്കൽ നിക്കാമാറ് ബാത്തുള്ള സൈഡിക്ക് ചാഞ്ഞു പോണ്ടോ. അതിന് അർത്ഥ യുൽഹിദൂന ചെന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് യുശ്രികൂനാണ്. അള്ളാഹു അസ്മാഇൽ ശിർക്കും ഉണ്ടെങ്കിൽ, അതായത് തൗഹീദ് എത്ര ഉണ്ട് ഓർമ്മത്തില്ല മാത്രം. തൗഹീദ് അക്സാം എത്ര ഉണ്ട്? 3 ഉണ്ട്. എന്തിനല്ല? തൗഹീദുർ റുബൂബിയ്യ, തൗഹീദുൽ ഉലൂഹിയ്യ വൽ അസ്മാഉ സിഫാത്ത്.
അപ്പൊ തൗഹീദുൽ റുബൂബിയത്തിൽ ശിർക്കുണ്ടോ? തൗഹീദുൽ ഉലൂഹിയത്തിൽ ശിർക്കുമുണ്ട്, ആൽമാർ ശിർക്കാക്കിറാറ്. അസ്മാ സിഫാത്തിൽ ശിർക്കുണ്ട് ചൊന്തു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തഫ്സീർ ആക്കിയതിരെ അങ്ങ് ശിർക്കാക്കിറാറ്. ഏതില്? ഫി അസ്മാഇഹി. ഏതില്? അല്ലാഹുരോ ഇസ്മുലോ എത്തിക്കുന്നു. പിന്നെ നോക്കൂ, നീ അള്ളാഹുക്കു 97 നാമം കൊണ്ടു. അത് 97 മാത്രം മുൻഹസിറ അല്ല, അതിൽ മാത്രം സീമിതല്ല. അഹമ്മദ് റിപ്പോർട്ട് ആക്കിರೋ ഹദീസിൽ അങ്ങനുണ്ടു. എന്തൊരു ചൊന്നിട്ടെ നോക്കൂ, ഈ ഹദീസ് നോക്കൂ, മുൻ കാണ്ടതല്ലേ. മാ അസ്വാബ അഹദുൻ ഖത്തു, അത് മേലില്ല, ലൈൻ്റെ മേലില്ല, ഷറഹൽ കാണ്ട്. മാ അസ്വാബ അഹദുൻ ഖത്തു, ഒരു മനുഷ്യക്ക് എന്ത് മുസീബത്ത് പറട്ട്, ഹം എന്താവട്ടെ, ഹം മുസീബത്താവട്ടു, മനസ്സിന് ദുഃഖാവട്ടു, ഹുസ്ൻ ബേജാറാവട്ടു. ഫഖാൽ, അവൻ ചൊല്ലറാ, അല്ലാഹുമ്മ ഇന്നി അബ്ദുക, അല്ലാഹുവേ ഞാൻ നിന്റെ അടിമ, ഇബ്നു അബ്ദിക നിന്റെ അടിമരെ മോനു, ഇബ്നു അമതിക നിന്റെ അടിമ പെണ്ണരെ മോനു, നാസിയതി ബിയദിക നന്റെ തലർ ജുട്ടു, തലർ ജുട്ട തലർ എതിർത്ത് മുടിയിൽ ചൊല്ലു, ജുട്ടു പേരല്ലേ വേണ്ട, തലർ എതിർത്ത് മുടിയിൽ മുന്തല ചൊല്ലു, ആ നന്റെ മുന്തല നിന്റെ കയ്യിലെത്തിക്കറ്. മാദിൻ ഫിയ ഹുക്മുക നിന്റെ വിധി നന്റെ മേൽ നടക്കറ്. അതിലും ഫിയ ഖദാഉക നീ വിധിച്ചത് നന്റെ പേരിൽ, നന്റെ വിഷയത്തിൽ വിധിച്ചതുണ്ടല്ലേ, അതിൽ ന്യായപൂർണമായത്. അസ്അലുക അല്ലാഹുമ്മ ബികുല്ലി ഇസ്മിൻ ഹുവ ലക്, അല്ലാഹുവേ നിന്റൊട്ടിക്ക് ഞാൻ കേൾക്കറ, ബികുല്ലി ഇസ്മിൻ ഹുവ ലക് നിന്റെ എല്ലാ പേരിലും. അപ്പൊ അവിടെ 97 മാത്രല്ല, എന്തേ 97 മാത്രല്ല. ഈ ഹദീസ് അത് ഇതാ ഒരു 97 ചൊന്നത്, അത് സ്പെഷ്യലായിട്ട് ചൊന്നത് 97 കണ്ട ആരുണ്ട് ചൊന്നത് ഇതിൽ മനസ്സിലാവും. അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക, ഇത് നോക്കൂ, ഇതിൽ അവസാനം ഈ ഹദീസിന്റെ ലാസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവൂ. നിങ്ങൾക്ക് ഈ ഹദീസ് ഈ ഇതിൽ ചൊന്ന് ഈ ദിക്ർ പിടില്ല, ഇത് ലാസ്റ്റ് ചൊല്ലും പിടിയാവും. നിങ്ങൾക്ക് ഇത് പിടിയില്ല. എന്ത് പിടിയില്ല? ഞങ്ങൾക്ക് ആരാക്കിയിട്ടില്ല. നോക്കറോ, അസ്അലുക അല്ലാഹുമ്മ ബികുല്ലി ഇസ്മിൻ ഹുവ ലക്, ഇതിൽ ദുഃഖ പറയാത്ത ആറുള്ളറാ, ബേജാറില്ലാത്ത ആറുള്ളറാ ഞങ്ങൾ കൂട്ടത്തിൽ എല്ലാവർക്കും ബേജാറുണ്ട്. അപ്പൊ ബേജാറിൽ നിന്ന് 10 മണിക്കുള്ള തെരു വേണ്ടേ, ആ തെരുക്കുള്ളതായോ ഒരു ദിക്ർ എത്തിക്കറ് കൂടി ചൊല്ലത്, അത് ഞങ്ങൾക്ക് വീടില്ല. അപ്പൊ ബേജാർ വന്ന് എന്താക്കറ്, മുസീബത്ത് വന്ന് എന്താക്കറ് അല്ലേ? അപ്പൊ മാത്രം പഠിച്ചമ്മയാ. ആ ഞങ്ങളെ സംബന്ധിച്ചിട്ട് എന്തെങ്കിലും ബേജാറിക്കാത്ത ആരുമില്ല, എന്തെങ്കിലും ചെറിയ മട്ടില്ല അങ്ങ് ബേജാറിക്കണം പിള്ളേർ. അപ്പൊ അങ്ങ് പഠിച്ചെത്തിക്കണോ ലാസിമായിട്ടും. അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക, നിക്ക് മാത്രമുള്ളതായോ എന്തെല്ലാം പേരുണ്ടോ അതിരെ മുഖാന്തരം ഞാൻ ഇങ്ങോട്ട് കേൾക്കുക, അതായത് തവസ്സുലാക്കറാൻ. ഈ നാമങ്ങളെ കൊണ്ടുത്തു ഞാൻ തവസ്സുലാക്കറാൻ. സമ്മൈത ബിഹി നഫ്സക്, നീ നിന്റെ നഫ്സിന് പേര് വെച്ചത്, നിന്റെ നഫ്സുക്ക് നീ പേര് വെച്ചത്. ആരെ ഇടപെടൽ എന്തില്ല ഇതിൽ? അള്ളാഹുവെ നീ മാത്രം ഇതിൽ ഈ പേർക്കുള്ളതായോ അധികാരി. ഔ അൻസൽതഹു ഫീ കിതാബിക, നിന്റെ കിതാബിൽ ഇറക്കിയതായ പേരുങ്ങ. ഔ അല്ലംതഹു അഹദ മിൻ ഖൽഖിക, നിന്റെ സൃഷ്ടിമാരിൽ ആർക്കെങ്കിലും നീ പഠിപ്പാട്ടിയത്. ഔ ഇസ്തഅസർത ബിഹി ഫീ ഇൽമിൽ ഗൈബി അൻക ഇൻദക, ഇല്ലെങ്കിൽ അൻകുണ്ട്. ഔ ഇസ്തഅസർത ബിഹി, നീ അതില് പിന്നെ നിന്റെ ഇൽമുൽ ഗൈബിൽ നിന്ന് നീ തെരഞ്ഞെടുത്തത്, ഇൽമുൽ ഗൈബ് നീ എന്താക്കിയ ഖാസാക്കി വെച്ചത്. എന്തിനു തന്റെ ദുആ? ഈ തവസ്സുലാക്കിയാൽ പിന്നെ ദുആ ബന്ധല്ലേ, ഇതൂടെ ഉണ്ട്. അൻത ജഅലൽ ഖുർആനൽ അളീമ റബീഅ ഖൽബി, ഈ മഹത്തായ ഖുർആൻ നിന്റെ ഖൽബിനെ വസന്തമാക്കണം. എന്തിനാക്കണം? ഈ മഹത്തായ ഖുർആൻ നിന്റെ ഖൽബിനെ ഒരു വസന്തകാല പോലാക്കണം. വജലാഅ വനൂറ സുദ്രി, നിന്റെ ഖൽബിനെ നൂർ, നിന്റെ ഖൽബിനെ വെളിച്ചമാക്കണം. വജലാഅ ഹുസ്നി, നിന്റെ ദുഃഖത്തോ ഇല്ലാണ്ടാക്കിയ അവസ്ഥാക്കണം. വദഹാബ ഹമ്മി വഗമ്മി, നിന്റെ ബേജാറോ മനസ്സിലെ ബേജാറോ എല്ലാ നംതല ദുഃഖത്തോ ദൂരാക്കിയതായോ ഒരു വസ്താക്കിറണു. ഇങ്ങനെ ആരെങ്കിലും ചെന്നെങ്കിൽ അത് റിസൾട്ട് നോക്കറു. ഇങ്ങനെ ആരെങ്കിലും ചെന്നെങ്കിൽ അത് റിസൾട്ട് നോക്കറു. ഇല്ല അദ്ഹബല്ലാഹു ഹമ്മഹു വഹുസ്നഹു, അവന്റെ ബേജാർ അല്ലാഹു ദൂരാക്കി മറിക്കല. ഞങ്ങൾക്ക് ബേജാറായ സത്യം എന്താക്കറേ, ഞങ്ങളാൽമാരെന്താക്കറേ, നല്ലൊരു ബലി വലിച്ചിട്ട് ഒരു സിഗരറ്റ് രാത്രി വലിച്ചോണ്ട് ബേജാറല്ല പോയിട്ട് അല്ലേ, ഇല്ലെങ്കിൽ ഒരു ടൂർ പോകണം എവിടെയെങ്കിലും മനസ്സിൽ ബേജാറൊന്ന് ദൂരാക്കും അല്ലേ.
യഥാർത്ഥത്തിൽ അത് ബേജാറല്ല. ഹിന്ദുരങ്ങളുടെ ബേജാറൊക്കെ എന്തെങ്കിലും ധ്യാനത്തേക്ക് പോകണം, സ്വാമിരുട്ട പോകണം അല്ലേ, ഏതെങ്കിലും ആർട്ട് ഓഫ് ലിവിങ് ചുറ്റില്ല, ആർട്ട് ഓഫ് ലൈങ് കളവറോ ആർട്ടുണ്ടല്ലോ, അവൻ്റെ പോലത്തെ ഏതെങ്കിലും ധ്യാന ശിബിരത്തിൽ പോയിട്ട് തെച്ചിട്ട് അവൻ്റെ മനസ്സിലെ ദുഃഖത്തെ ദൂരാക്കണു ചുറ്റില്ലത് ആൾമാർ വിചാരിച്ചു. യഥാർത്ഥത്തിൽ മനസ്സിലെ ദുഃഖ പോണുള്ളത് അള്ളാഹുರ ಪಕ್ಕಲ್ಲಿ മാത്രമല്ല. കാരണം എന്തൊരു ಅಲ್ಲಾಹ್ ಚಂದ್ರೆ ಅಲ ಬಿದಿಕ್ರಿಲ್ಲಾಹಿ ತತ್ಮಯಿನ್ನುಲ್ ಕುಲೂಬ್. കൽബറോ മനസ്സറോ ബേജാറോ ഇല്ലെങ്കിൽ അതിരെ എൽത്തിറാബ്രോ അതിരെ പെടക്കലുണ്ടല്ലേ, കൽബുറെ പെടക്കലുണ്ടല്ലേ, ആ പെടക്കൽ സമാധാനം ആവണുണ്ടെങ്കിൽ ബിദിക്രില്ല. അല്ലദീന ആമനു വിശ്വാസിമാർ ഈമാനുള്ളവർക്ക് മാത്രം സംഭവിക്കൂ. ഓ തത്മയിന്നു കുലൂബും ബിദിക്രില്ല. ಅಲ್ಲಾಹುರೋ ದಿಕ್ರು ಕೊಂಡು ತೆತ್ತಿಕ್ಕಿರಂಗ ಅಲ್ಲ ಕಲ್ಬುಗೂ ಸಮಾಧಾನ ಗಿಟ್ಟುಂಟು. ನನಗೆ ಸಮಾಧಾನ ಗಿಟ್ಟು ಗೊತ್ತು ಎಂದ್ರಲ್ಲ ಆಲ್ಕ ஒரு ಅರ್ಸ ಬಂದು ಹೋಯ್ತು. ಅರ್ಸ ಬಂದು ಸತ್ತಿಗೆ ಅವನ ಅರ್ಸತೆ ಕಂಪ್ಲೀಟ್ ಪ್ರಕಟಣ ಹಾಕಿರೋದಿಲ್ಲ ಅವನಿಗೆ ಸಮಾಧಾನ ಅನ್ಪೇರ್ಚರ. ಯಥಾರ್ಥದಲ್ಲಿ ಅವನ ಸಮಾಧಾನ ಶಾಶ್ವತമായിട്ടുള്ള സമാധാനം ഇല്ലാണ്ട് ആക്കി വിട്ടത് എത്തിക്കിற അർസ ഇല്ലണ്ടെ അവന്റെ ദുഃഖത്തിക്ക് വേണ്ടിയിട്ട് അവന്റെ ദുഃഖ ദൂരം അവനക്ക് വേണ്ടിയിട്ട് എന്തിനാക്കിയ കള്ളു കുടിക്കുക സുറാക്കിയാണ്ടെങ്കിൽ അവന്റെ ശാശ്വതമായ അവന്റെ സമാധാനത്തിൽ ഇല്ലാണ്ടാക്കിற അവസ്ഥ എത്തിക്കറിയത് ഈ കള്ളുകുടി ചുന്തലത്ത് ഇല്ലെങ്കിൽ ബിടി വലിയ സിഗരറ്റ് വലിയ ചുന്തലത് എന്താ എത്തിക്കറ്. അവൻ താത്കാലികമായിട്ട് ഒരു സമാധാനം കിട്ടുന്നുണ്ട് അവൻ വിചാരിച്ചത് വലിച്ചാണ്ടായെങ്കിൽ അവന്റെ ശാശ്വതമായിട്ടുള്ള സമാധാനത്തോ അതില്ലാണ്ടാക്കറ്. അള്ളാഹുരോട് തിരിച്ചു വരൂ, അതെത്തിക്കറ് നിനക്ക് സമാധാനത്തിക്കുള്ളത്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് കേട്ടറ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻക്ക് അവന്റെ ബേജാറ പ്ലേസിൽ എന്താക്കറ ഫർഹ എന്ದ್ರ ಬೇಕರ ಫರಹ ಬೇಕರ ಸಂದೋಲತೆ ಬೇಕರ ಅವನಕು. ಅಪ್ಪ ಆರ ಕೇಟ ರಸೂಲುಲ್ಲಾಹಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಅಲಾ ನತಅಲ್ಲമുഹാ ഞങ്ങത് പഠിക്കണ്ടേ എന്നേ ഞങ്ങത് പഠിക്കണ്ടേ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേണ്ട പഠിക്കലൊന്നും വേണ്ട എന്താ നിങ്ങൾക്ക് ദുഃഖത്തിൽ വേറെ തരും നോക്കൂ അല്ല ബല നിങ്ങൾ പഠിച്ചിട്ടേ ആവണു. യംബഗി ലിമൻ സമിഅഹ ഇത് കേട്ടവനക്കു അവന്റെ മേലെ ആവശ്യമുള്ളത് എത്തിക്കുക അത്യാവശ്യം എത്തിക്കുക അയ്യതഅല്ലമഹ അതിനെ പഠിക്കരുത്. ഇത് കേട്ട ആറുള്ളൂ. ഇപ്പൊ നിങ്ങളെ കേട്ടാറ് കേൾക്കാത്തവരെ പോയത് കാരണം എനിക്ക് പഠിക്കണോണ്ടില്ലല്ലോ കേട്ടിട്ടില്ല എന്റെ പോയത് ഇവിടെ കേൾക്കണു എന്തിരെ اللهم إني عبدك وابن عبدك وابن عمتك ناصيتي بيدك ماض في حكمك وعدل في قضاؤك أسألك بكل اسم هو لك سميت به نفسك وعلمته أحدا من خلقك أو استأثرت به في علم الغيب عندك أن تجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي وغمي. അങ്ങനെ ചെന്നെങ്കിൽ അവന്റെ മനസ്സിലെ ദുഃഖത്തോ ഇല്ല അവനക്ക് വന്ന മുസീബത്തോ അള്ളാഹു ദൂരാത്താക്കാൻ മറിക്കല. ഇവിടെ നോക്കും. അപ്പൊ ഇവിടെ എന്തിനു ചെന്നിട്ടെങ്കിൽ ചില ആൾമാർ ഇത് പഠിക്കാണ്ട് ഇതിരെ വിഷയത്തിൽ കേറാക്കാമാർ എന്താക്കിയാറ് ദൂരെ പോയാൽ അങ്ങനെ വിഷയത്തിൽ ഇൽഹാദ് നടപ്പാട്ടിറങ്ങാണ്ട് അങ്ങനെ പേരെന്തിരെ ഇൽഹാദ് നടപ്പാട്ടിറങ്ങ. ഇൽഹാദ് എന്തിരെ ലാത്ത ചുന്തുള്ള പേര് അള്ളാഹുറ ഇലാഹ് ചുന്തുള്ളത് നിന്ത് കണ്ടെടുത്തോ ചെന്നത്. അപ്പൊ എന്താ ക്രിസ് അവിടെ ഇൽഹാദ് നടപ്പാട്ടിയ പോലെ ലാത്ത ചുന്തുള്ള പേര് അത് അള്ളാഹു ഇലാഹു ചുന്തുള്ള പേരിൽ നിന്നുള്ളത് ഐത്തിക്കറ്. പിന്നെ ഉസ്സ ചുന്തുള്ളതാ അത് അള്ളാഹു അസീസിൽ നിന്നുള്ളത് ചുന്തു അങ്ങ് എടുത്താറ്. ഇപ്പ അള്ളാഹു സുബ്ഹാനഹു വ തആല ഐത്തിക്കറ് ഞങ്ങളോ എല്ലാ നമ്മത്തുള്ള ബച്ചവാക്കറുണ്ട് ഹാഫിദ്. അപ്പൊ അതിൽ എന്ത് ഗൗസ് ബണ്ട് മുഗീസ് ബണ്ട് അല്ലേ. മുഗീസ് അള്ളാഹു മുഗീസ് അല്ലേ. ആ മുഗീസിനും പോയി ഗൗസുൽ ആലം വെച്ച് കൊടുത്തിട്ട് അതുക്ക് ചൊല്ല ഇൽഹാദ് ചൊല്ല മുഗീസ് ചൊന്തൽ അള്ളാഹുടെ പേരിനും പോയിട്ട് ഗൗസുൽ ആലം ചൊന്ന് കൊടുത്തിട്ട് അതുക്ക് ചൊല്ലോ ഇൽഹാദ്. വദറുല്ലദീന യുൽഹിദൂന ഫി അസ്മാഇ ഇങ്ങനെ ഇൽഹാദ് നടപ്പാട്ടങ്ങളുള്ളതല്ലേ ഞങ്ങൾ വിട്ടുവിടും. അങ്കു നിനക്ക് സംബന്ധിക്കൊത്തിറ ഇന്നാ ബുറാഉ മിൻകും നിങ്ങൾ നിന്നിട്ട് ഞങ്ങൾക്ക് എന്തു സംബന്ധമില്ല അങ്ങനെ വിട്ടുവിടറു. അങ്ങ് എന്തിനെ പ്രവർത്തിക്കാർ അതിന് ജസ അങ്ങ് കിട്ടോ പോണ്ടുണ്ട്. അപ്പൊ അത് മനസ്സിലാക്കും. അപ്പൊ ഇൽഹാദ് അർത്ഥത്തിക്ക് ചൊന്നുണ്ടല്ലത്. അപ്പൊ ഇബ്നു അബ്ബാസിൽ നിന്ന് പിന്നൊന്നുണ്ട് ഇൽഹാദ് തക്ദീബ് കളവാക്കറേന്റ്. ഇപ്പൊ ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി ചെന്ന പോലെ
ഇബ്നുൽ ഖയ്യിം ചൊന്നു ഇൽഹാദ് ചൊന്നു ഹഖീഖത്തുൽ ഇൽഹാദ് ഫീഹൽ മൈലു ബിൽ ഇശ്റാഖ് വത്താതീലു വന്നകറ വന്നുക്റാൻ. ഹഖീഖത്തുൽ ഇൽഹാദ് ചൊന്നു എന്തുണ്ടാ അത് അൽ മൈൽ ചരിഞ്ഞു പോലെ തിക്ർ ബിൽ ഇശ്റാഖ് എവിടേക്ക് ഷിർക്കാക്കു ചരിഞ്ഞു പോണ്ടത് അത് തിക്ർ ഇൽഹാദ്. തഅതീൽ അല്ലാഹുക്ക് അങ്ങനത്തെ അസ്മാഅേ ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വജ്ഹ് കൊണ്ട് ചൊല്ലുമ്പോൾ വജ്ഹിനെ ഇൻകാറാക്കുന്നത് ഇൽഹാദ്. അല്ലാഹുക്ക് കണ്ണുണ്ട് ചൊല്ലുമ്പോൾ ആ കണ്ണിനെ ഇൻകാറാക്കുന്നത് ഇൽഹാദ്. അല്ലാഹുക്ക് യദുണ്ടു യദ് ചൊന്ന് കൈ അതിനെ വ്യാഖ്യാനിക്കുന്നത് ഇൽഹാദ്. അല്ലാഹു കണ്ണില്ലാണ്ട് കാണ്ടത്, അല്ലാഹു കാതില്ലാണ്ട് കേൾக்கிறവನು, അല്ലാഹു മകയില്ലാത്തവನು എന്താ ഒരു ഗിട്ട ഒരു ഇറച്ചിര മുദ്ദ ചൊന്നല്ല ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ആദന അല്ലാഹു മിൻ തആല അല്ലാഹു അമ്മാ യഖൂലൂന ഉലുവൻ കബീറ. അങ്ങ് ചൊല്ലുന്നത് അല്ലാഹു സുബ്ഹാനഹു എത്ര ഉന്നതനായ ഇങ്ങനെയുള്ള ചൊല്ലുന്നത് ഇൽഹാദ് എത്തിക്കണം. ഞങ്ങളുടെ മുന്നത്തെ കാലഘട്ടത്തിലല്ല ഇൽഹാദ് സംഭവിച്ചത്. അത് പഠിപ്പാട്ടത്തെ സംഭവം. കാരണം നിങ്ങളെന്തേ കുറേ മദ്ഹബറും അതും ഇതിനും അഖീദെല്ലാം പിടിച്ചിട്ട് എവിടുത്തെ അഞ്ഞത്തൊന്നും ഇഞ്ഞത്തൊരു കട്ട് പീസ് എടുത്തിട്ട് നിങ്ങളെ ദീന് ഒരു കൂട്ട ഈ കൂട്ടി തുഞ്ഞെ പറഞ്ഞ ചട്ടിക്കില്ലേ അതുപോലത്തെ ഒരു ദീനെത്തിക്കണ അങ്ങനെ സംഭവിച്ചത്. അപ്പോൾ ചൊന്ന ആത്തിയിൽ സംഭവിക്കുന്ന നിരാകരണ സംഭവിക്കുക അല്ലാഹു ഇസ്മാർ ഒന്ന് ഖുർആൻ ഇൻകാർ സംഭവിക്കരുത്. അപ്പൊ ഇവിടെ ചൊന്ന ഇൽഹാദ് ചൊന്നിട്ടെങ്കിൽ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി ചൊല്ലേ അത് നിഷേധിക്കരുത്, ഇൻകാറാക്കരുത്, അതിനെ പിന്നെ അതിന് അർത്ഥത്തെ നിഷേധിക്കരുത്, അങ്ങനെ ഇല്ല ചൊല്ലത്, തഅവീലാത്ത് കൊണ്ടുത്തു ഹഖീഖത്തിനോ നിഷേധിക്കരുത്, തഅവീലാത്ത് ചൊന്ന് വ്യാഖ്യാനിച്ചു കൊണ്ടുത്തു. അപ്പൊ ഇതെന്തിനു ചൊന്നിട്ടെങ്കിൽ ചില ആൾമാർ ചൊന്നത് അള്ളാഹുര അസ്മാകൾ ചിലത് മഹമൂദായതുണ്ട് മസ്മൂമായതുണ്ട്. എന്തൊരു മഹമൂദ് ചൊന്നി നല്ലതായതുണ്ട് നല്ലില്ലാത്തതുണ്ട്. ചില ആൾ ചൊന്നർ അറിവല്ല മുന്നാലത്തെ നഊസ് ബില്ലാഹി മിൻ ദാലിക്. നല്ലില്ലാത്തത് ഇപ്പൊ നല്ലില്ലാത്ത എന്തിരിക്കൂ ഏതെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല മുസീബത്ത് ഒരു പാട്ടിയല്ലേ. അപ്പൊ അള്ളാഹുരെ പരീക്ഷിക്കണു ചിന്തലത് നല്ലില്ലാത്തതായിട്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല റഹ്മാൻ റഹീം ചിന്തലത് നല്ലതും അങ്ങനെ എന്തില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു ചൊന്നത് അങ്ങനെ നല്ലതും നല്ലില്ലാത്തതും തീരുമാനമാക്കണ്ടെങ്കിൽ അള്ളാഹുരെ കലാമുക്ക് നിഷേധിച്ചത് പോലെ അവർ ഏനെ വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ചൊന്നു അള്ളാഹ്ക്ക് എന്തല്ലേ ഹുസ്ന. അപ്പൊ ഇവിടെ എന്ത് ചൊന്നിട്ടുണ്ടെങ്കിൽ നിഷേധിக்கிறങ്ങ പലന മുൻതുലിക്കാറ് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് നല്ലത് ബെടുക്കും ചൊന്തಲು പേര് വയ്ക്കോവി പേര് ചൊന്ത നിങ്ങൾക്ക് വേർതിരിക്കുകയാവില്ല. അള്ളാഹുಗೆಲ್ಲ ഉള്ളതെಂದ್ರೆ അസ്മാഉൽ ഹുസ്ന. അത് ഏതായിട്ട് മുതക്കബ്ബിറായ അസ്മാഉൽ ഹുസ്നമേ മുഇസ് മുസിൽ അള്ളാഹു ഇസ്സത്ത് കൊടുക്കറോನು മുസിൽ ജില്ലത്ത് കൊടുക്കറോನು ചൊന്നെങ്കും അത് അസ്മാഉൽ ഹുസ്നയിലെ പെട്ടത്. അള്ളാഹു ചില ജലീലാക്കിയ അതെന്തൊരു മസ്മൂമായത് ഇല്ലെങ്കിൽ ബെടക്കായ പേര് ചൊന്തു നിങ്ങൾ അതിൽ വേർതിരിക്കേണ്ട. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അസ്മാഉൽ ഹുസ്നമേ ഉള്ളേ. നീ നോക്കൂ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ചില സിഫാത്തുണ്ട്. ആ സിഫാത്തിനോ ഇസ്ബാത്ത് ചെയ്യോക്ക് വേണ്ടി അതിൽ ഉറപ്പിക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കുക. അള്ളാഹുക്ക് യോജിക്കുന്ന രൂപത്തിൽ എത്തിക്കുന്ന പേര് അതിക്ക് ഇസ്ബാത്താക്കിയിട്ട് അതിക്ക് ഒരു ഉപമില്ല ഉപമിക്കൊക്കെ തീരാ. അള്ളാഹുരെ പേര് ഇപ്പൊ സമയ ചൊന്തി കേൾക്കുമ്പോ ഈ നങ്ങ കേട്ട പോലെ അള്ളാഹു കേൾക്കറ ചൊന്നി തംസീലാവും. തൻസിയൻ ബിലാ തഅദീൽ താറ്റീൽ ഒരു നിഷേധിക്കില്ല. അതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല യോജിക്കുന്ന രൂപത്തിൽ തൻസീഹായതുണ്ട് ശുദ്ധമായ പേരുങ്ങ. അള്ളാഹു ചൊന്ന അങ്ങനെ ലൈസ കമിസ്ലിഹി ഷൈ വഹുവ സമീഉൽ ബസീർ. അള്ളാഹു ഉപമിക്കുന്നതിനെ പോലത്തെ ഉപമ പോലും ഇല്ല. അള്ളാഹു ഉപമിക്കുക രൂപമേ അത് ഉപമ പോലും അല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല. പിന്നെ ചൊന്ന അള്ളാഹു ഇല്ല ചൊന്നിങ്ങനെ നിഷേധിച്ചു പോയിരണ്ട. വഹുവ സമീഉൽ ബസീർ അള്ളാഹു എല്ലാ കേൾക്കറോನು അറിയണോനായി തിക്റാ ചൊന്തലത് അള്ളാഹു സുബ്ഹാനഹു വ തആല. അപ്പൊ പടച്ചറപ്പ് മഖ്ലൂഖുക്ക് എന്ത് ചൊന്നിട്ടുണ്ടെങ്കിൽ ഒന്നും യോജിക്കില്ല. അള്ളാഹുടെ ഒരു സിഫാത്തും പടച്ചറപ്പുര മഖ്ലൂഖുക്ക് യോജിക്കാത്തതേ തിക്റ് ചൊന്ന അങ്ക് ഇങ്ങനത്തെ പേര് അള്ളാഹുരുടെ പേര് മഖ്ലൂഖുടെ പേര് അള്ളാഹുരുടെ പേര്. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചൊന്ന ഇതിൽ ഏതെങ്കിലും ഒരുത്തൻ നിഷേധിച്ചാണ്ടെങ്കിൽ അവനക്ക് എന്ത് സംഭവിക്കും ചൊന്നിട്ടുണ്ടെങ്കിൽ റസൂലുള്ളാഹ് പഠിപ്പാട്ടിയതിൽ നിന്ന് പുറത്ത് ദൂരെ പോകണ്ടെങ്കിൽ ഇല്ലെങ്കിൽ അതിക്ക് ഏതെങ്കിലും വ്യാഖ്യാനം കൊടുത്ത പോയാണ്ടെങ്കിൽ അവൻ ജഹ്മിയാവറ. ഞങ്ങളെ റായത്തകൻ ജഹ്മിയാക്കമാർ സലാം. അത് മൂമിനീങ്ങളോ എന്തിനാക്കിற പിന്നെ അങ്ങനെയാക്കിற മൂമിനിങ്ങളെ തെരുവിൽ നിന്ന് തപ്പിപ്പോയെത്തിക്കാറ്. അള്ളാഹു ചൊന്ന
ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا ومن يشاقق الرسول ആരെങ്കിലും റസൂൽ എതിരിട്ടായെങ്കിൽ മിമ്പാദി മാ തബയ്യന ലഹുൽ ഹുദാ അവൻക്ക് ഹിദായത്ത് വ്യക്തമായാൽ പിന്നെ അവൻക്ക് നേർമാർഗ്ഗം വ്യക്തമായാൽ പിന്നെ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ മുഅ്മിനീങ്ങളുടെ മാർഗത്തിൽ നിന്ന് അവൻ തപ്പി പോണ്ടാണ്ടായെങ്കിൽ ಬೇರೆ ಮಾರ್ಗത്തെ അനുസരിക്കാണ്ടായെങ്കിൽ നുവല്ലിഹി മാ തവല്ല അവൻ എവിടെ പോണ്ട അവിടേക്ക് ഞങ്ങൾ തിരിക്കുക വനുസ്ലിഹി ജഹന്നം അവന്റെ എവിടെ തോൽച്ചു ജഹന്നംക്ക് എത്ര തോൽ ഞങ്ങൾ അവിടെ തിരിക്കുക വസാഅത് മസീറാ എത്ര ബെടുക്ക് എത്ര ജാഗ എത്തിക്കുന്നത്. അപ്പൊ ഇവിടെ മനസ്സിലാക്കണം, ഇത് ഇൽഹാദ് നടത്തിയ ജഹമിയാക്കന്മാർ ഇത്രത്തോളം അങ്ക് തൗഫീഖ് കിട്ടിയിട്ടില്ല. ആ മുസ്ലിയാക്കന്മാർക്കും ഇല്ല ഖലീൽ കൊറിയ ആൾമാർക്ക് മാത്രം തൗഫീഖ് കിട്ടിയോ അത് തപ്പ് ഞങ്ങൾ ആക്കിക്കൊണ്ടിരുന്നത്. പരസ്പരം തമാസാക്കര സദസ്സിൽ വെച്ച് ഞങ്ങൾ ഇക്കുകുത്തീര ഏതെങ്കിലും അള്ളാഹു തമാസാക്കര ക്ലിപ്പിംഗ് എടുത്ത് ഞങ്ങൾക്ക് അടുത്തു കുതീര. നിങ്ങൾ മനസ്സിലാക്കൂ, ആരെ പഠിപ്പാട്ട് കൊള്ള അത് അങ്ങനത്തെ അത്യാവശ്യം ഞങ്ങൾ അങ്ങനെ ആക്കിത്തേ ഇല്ല. ഞങ്ങൾ പരസ്പരം കളിയാക്കിത്തേ ഇല്ല. ഞങ്ങൾ അള്ളാഹു അസ്മാരെ കളിയാക്കിത്തില്ല. ചൊന്നെങ്കിൽ മാത്രമേ ഞങ്ങൾ എടുത്ത് കാട്ടണമാർ. ഞങ്ങൾ പ്രത്യേകം അള്ളാഹു അസ്മാർ വ്യക്തമായി ആരെങ്കിലും പരിഹസിക്കൽ കണ്ട സത്ത് ഞങ്ങൾ 40 ഫോറോട്ടാക്കി വിടും. നോക്കൂ അല്ലാത്ത നോക്കൂ ഖുറാഫിമാർ അവസ്ഥ നോക്കൂ. ഞങ്ങൾക്ക് അത് പരസ്പരം ഞങ്ങൾക്ക് പെരുസല്ലേ. ആരെങ്കിലും ഓർത്ത കെയർലെസ് ആയിട്ട് അത്ര കടത്തറ ചൊന്നെ ഞങ്ങൾ അങ്ങനെ കെയർലെസ് ആവരമാ അങ്ങനെ ആവത്തീരാ. ഞങ്ങൾക്ക് സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിഷയത്തിൽ ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി ചൊല്ലു അള്ളാഹുര അസ്മാഅങ്ങ സിഫത്തുങ്ങ ഇതിങ്ങനെ വേർതിരിക്കപ്പെട്ടു. ഒന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉള്ളവണു ഉണ്മയുള്ളവണു. അള്ളാഹു ദാത്ത് മൗജൂദ്, അള്ളാഹു മൗജൂദ് അവന്റെ ദാത്ത് ഉള്ളതായിത്തിക്കറ്. രണ്ടാമത്തത് അള്ളാഹു സുബ്ഹാനഹു വ തആല ചില സിഫത്തുങ്ങ ഉണ്ട്, ചില പേരുങ്ങ അങ്ങനത്തെ പേര് ചൊന്നിട്ടെങ്കിൽ ഇങ്ങനത്തേത് അലീം. അപ്പൊ അലീമിന്റെ അർത്ഥം എന്താ? ഇൽമുള്ളവനുണ്ട്. ഖദീറിന്റെ അർത്ഥം എന്താ? കുദ്റത്തുള്ളവൻ. അള്ളാഹു ചില സിഫത്ത് അത് വിവരിച്ചിട്ടുണ്ട്. സമയം ചെന്ന് കേൾക്കുമ്പോൾ എന്തിനാ എനിക്ക് മനസ്സിലാവും? എന്തിനാ മനസ്സിലാവും? കേൾக்கிறവനും. ബസീർ എന്ന് കേൾക്കുമ്പോൾ ബസാറത്തുള്ളവൻ. അപ്പൊ ബസറുള്ളവൻ ഉണ്ടായില്ല അവിടെ. സമയം ചെന്നെങ്കിൽ സമയമുള്ളവൻ ഉണ്ടായില്ലേ? അപ്പൊ അതിനെ നിഷേധിக்கிறേങ്ങനെ കണ്ണില്ലാണ്ട് കാണ്ടവന്ന് ചൊല്ലു ഞങ്ങൾക്ക് പിടിയില്ല. ഞങ്ങളെ പോലത്തെ കണ്ണല്ല. അത്ര ചൊന്തു ഞങ്ങൾ സലാമത്താവണ്ടേ. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല നോക്കൂ, ഈ ഖുറാനിലാവട്ടെ ഹദീസിലാവട്ടെ അള്ളാഹു കുറെ വിഷയം തന്നു. അത് പരിപൂർണമായിട്ട് ഞങ്ങൾക്ക് ഉൾക്കൊള്ളും. ഞങ്ങളെ മനസ്സിൽ ഒതുങ്ങില്ല. അത് ഞങ്ങളുടെ മനസ്സിലുള്ളത് വേണ്ടിയില്ല. കാരണം നിങ്ങൾ നോക്കൂ, സ്വർഗത്തിൽ പോയെങ്കിൽ വിഷയം നോക്കൂ. സ്വർഗത്തിൽ പോയെങ്കിൽ അള്ളാഹുരെ എങ്ങനെ കാണ്ടർ ചൊന്നു? അള്ളാഹുരെ കാണ്ടർ ഇല്ലാത്തത്ര കാണുക. ഒരു ഇല്ലാത്തത്ര കാണുക. അപ്പൊ മൗജൂദ് ചൊന്തില്ലതൊന്നും ഉണ്ട്. അവിടെ ഒന്നാമത്തത് എന്തിനു വേണ്ട? അള്ളാഹു മൗജൂദ്, അവന്റെ ദാത്ത് മൗജൂദ്, അവന്റെ സത്യത്തിൽ മൗജൂദ്. അള്ളാഹുരെ കണ്ടെത്താമ്പോ സ്വർഗത്തോ എല്ലാ നിലക്കുള്ള എല്ലാ അനുഗ്രഹത്തെ മറക്കറവല. മുസ്ലിമുള്ള ഹദീസ് എല്ലാ നാമത്തിലോ ഇതൊന്നും അല്ല അള്ളാഹുരെ കാണുമ്പോൾ മറക്കറവല. സ്വർഗത്തെ വിഷയത്തിൽ ചൊന്നു ഫലാ തഅലം നഫ്സുൻ മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അയ്യുൻ. ഒരു നഫ്സുക്കും പിടിയില്ല അങ്ങക്ക് വേണ്ടിയിട്ട് ഒരുക്കപ്പെട്ടത് സ്വർഗത്തിൽ ഒരുക്കപ്പെട്ട് അങ്ങനെ കണ്ണുക്കും മനസ്സുക്കും സമാധാനമുള്ള ബസ്തന്ത്ര ചൊന്തുള്ളത് ഒരു മനസ്സുക്കും പിടിയില്ല. നിസ്വലദാസു ചൊന്തു ഒരു കണ്ണും കണ്ടിട്ടില്ല, ഒരു കാതും കേട്ടിട്ടില്ല, ഒരു കൽബ് മനുഷ്യരെ കൽബ് കൊണ്ടു സൂചന കൂടെ കിട്ടാത്ത സ്വർഗ ചൊന്തുള്ളത്. ആ സ്വർഗത്തെ ഞാമത്ര മറക്കറ റബ്ബ് സുബ്ഹാനഹു വ തആല കാണാൻ പറ്റും. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവുള്ളൂ അവന്റെ വിഷയത്തിൽ വിവരിച്ചു തന്നെ നിങ്ങൾക്ക് എത്ര മനസ്സിലാവും? ഇലാ റബ്ബിഹ നാദിറ. നാം മുഖങ്ങ കുറെ നോക്കുരു ചുന്തൽ അള്ളാഹു നോക്കുരു ഇലാ റബ്ബിഹ നാദിറ. ഞങ്ങളെ മുഖ തിളങ്ങറ് ഏതുപോലെ അള്ളാഹു നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളെ മുഖ തെളിഞ്ഞോണ്ടിരിക്കും. വിഷയതല്ലോ വിഷയം ഞങ്ങളെ വിഷയം തരും ചൊന്നേ ഞങ്ങളെ മാറ്റം തരും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് പടിപ്പാട്ടി തന്ന ആ പടിപ്പാട്ടിയത്തില് ഞങ്ങളെ ബുദ്ധിക്ക് ഒതുങ്ങുന്ന രൂപത്തിലേ അള്ളാഹു തന്നര്. അള്ളാഹ് പരിപൂർണമായിട്ട് അള്ളാഹു മനസ്സിലാക്കുക തന്നില്ല. ഉദാഹരണക്ക് മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹു നോക്കണം ചൊല്ലുമ്പോൾ അള്ളാഹ് ചൊന്നേ ലൻ തറാനി നിനക്ക് ലൻ തറാനി നിനക്ക് രണ്ട് നോക്കുകയെ സാധ്യല്ല. ഏത് കണ്ണുകൊണ്ട് ഏത് വിഷയമൊന്നുണ്ടല്ലോ അവിടെ. സ്വർഗത്തിൽ വന്ന് എനിക്ക് രണ്ട് നോക്ക് സാധ്യല്ല. ഈ ദുനിയാവരെ കണ്ണുകൊണ്ട് നിനക്ക് കാണാൻ സാധ്യല്ല. അപ്പൊ നിന്റെ ദുനിയാവരെ കണ്ണിൽ ഒതുങ്ങോക്കൂ, അള്ളാഹു ഒതുങ്ങില്ല.
നിന്റെ മനസ്സിൽ, നിന്റെ ദുനിയാവുടെ മനസ്സിലുണ്ടല്ലേ അള്ളാഹുര വിഷയം നിനക്ക് ഒതുങ്ങില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങളെ മനസ്സിൽ ഒതുങ്ങാത്തതല്ല അതല്ല ഇല്ല ചൊല്றது ഏതുപോലെ കിണറ്റിലുള്ള കപ്പര പോലെ ഇല്ലേ, പറത്തിലൊരു ദുനിയാവേ ഇല്ല ചൊല്ற കിണറ്റിലുള്ള കപ്പ കേൾക്കുന്ന പോലെ ഇത്ര മാണ്ട് പറത്ത് ദുനിയാവില്ല ഇത്ര പാരിത്ത് തപ്പറ പാരിത്ത് ചെല്ലുന്ന പോലെ ഇത്ര മാണ്ട് അതല്ല അതിനെ വലിയുണ്ട് അല്ല ഈ പടയെ പിടിച്ചത് ആ പടയ്ക്ക് പാരിത്തറ ഇത്ര മാണ്ട് അല്ല ഇതിനെ കാണപ്പുറം ഉണ്ടുണ്ട് അത് നീ കളവ് ചൊന്നിട്ട് നിന്റെ വാൾക്കണക്ക് നമ്പുക സാധ്യല്ല. ഈ കിണറ്റിലുള്ള കപ്പ അവരാറ് എപ്പ ജാഹിൽമാർ അവരാറ് അള്ളാഹുര അസ്മാര വിഷയത്തിൽ ഇൻകാറാക്കറങ്ങ ജാഹിൽമാർ അവർ. അപ്പൊ അള്ളാഹുര അലീം ചൊന്ത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ അർത്ഥം? അള്ളാഹുക്ക് എൽമുണ്ട് അർത്ഥം. ഖദീർ എന്ന് കേൾക്കുമ്പോൾ ഒന്നുകൂടി ചൊല്ലു, നിങ്ങൾ എൻ്റെ കുടിക്കുറവാ നിങ്ങൾക്ക് ആ പ്ലേസ് ചേഞ്ച് ആക്കുക. അങ്ങനത്തെ ഒരു ഖദീർ ചൊന്നിട്ടെ കുതിരത്തുള്ളൂ, സമീ ചൊന്നെങ്കിൽ കേൾവിയുള്ളവണ്, ബസീർ ചൊന്തുള്ളത് കാണുന്നു. ഇനി അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുര ഫേൽറോ അള്ളാഹുര പ്രവർത്തിരോ എടുത്ത് കാട്ടുന്നത് ഖാലിഖ്. ഖാലിഖ് ചൊല്ലുമ്പോൾ എന്താ അർത്ഥം? ഉണ്ടാക്കുന്ന ചൊന്തുള്ള പ്രവൃത്തിയുള്ളവൻ. റാസിഖ് അതിന് റിസ്ക് തന്റെ ചുറ്റുള്ള പ്രവൃത്തി ഉള്ളവൻ. അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില പേരുണ്ട് അവനക്ക് മാത്രം സീമിത, അവന്റെ എല്ലാ മഖ്ലൂഖിലിಂತ അവನು വ്യത്യസ്തമാവർ. അതിലിಂತ ഖുദ്ദൂസ് എല്ലാ ന്യൂനത്തിൽ നിന്ന് പവിത്രമായവನು, അതിലിಂತ മുക്തനായവನು. അസ്സലാം സലാമത്ത് കൊടുക്കറവನು, ഇല്ലെങ്കിൽ എല്ലാ നമത്തുല്ലേ ഐബിൽ നിന്ന് സലാമത്തായവನು. ഐബ് ചെന്നേന്ദ്ര കുറത്തെ ന്യൂനത്തെ കുറവ് ഇല്ലേ. പിന്നെ അതേപോലെ ഇത് മജീദ് ചൊല്ലുന്നത് ഞങ്ങൾ സാധാരണ ചൊല്ലില്ലേ, എവിടെ മജീദ് ചൊല്ലു സാധാരണ യാർത്ഥം ചൊല്ലു ഇന്നക ഹമീദു മജീദ്. സലാത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്രാഹിം സ്വലാത്തിൽ യൂസ് ആക്കില്ലേ, മജീദിന്റെ അർത്ഥത്തിലുണ്ടല്ലോ, അത് ഒരു അർത്ഥത്തിൽ മാത്രം നിൽക്കില്ല, അത് ചമ്മ നിലക്കുള്ള അർത്ഥമുണ്ട് അതിൽ. അത് ഏതുപോലെ അലീം സമദ് ചൊല്ലുന്ന അർത്ഥം ഒന്നിൽ മാത്രം ഒതുങ്ങില്ല, അതിൽ ഒരേ ഒരു അർത്ഥത്തിൽ ട്രാൻസ്ലേഷൻ ആക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ അത് ഒതുങ്ങില്ല. അത് കാരണം അതിൽ അള്ളാഹുര പരിപൂർണത ഉണ്ട്. അതിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ബെനത്ര കൊടുക്കുന്നവന് ചൊല്ലുന്ന അർത്ഥമുണ്ട്, ബെനത്ര ഉള്ളവನು. അതേപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല റബ്ബുൽ അർശിൽ മജീദ്, അർഷ് മജീദായ അർശിന്റെ റബ്ബൈത്തിക്കറവನು. അപ്പൊ മജീദ് ചെന്ന് അവിടെ ഏത് സിഫത്താക്കി അർഷിക്കും സിഫത്തായി. അപ്പൊ മജീദ് ചെന്ന് അത്ര വിശാലമായത് ചെന്നുള്ള അർത്ഥമുണ്ട്. അപ്പൊ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് പഠിപ്പാട്ടിയ ഹംദു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്തിൽ പിന്നെ ഇന്നക ഹമീദുൻ ചൊല്ലു അല്ലെ. സഹാബിമാർ എന്താ ചെന്നാറ് ഞങ്ങൾ പിന്നെ ഈ അടുത്ത ബാബിൽ നോക്കോർബല അസ്സലാമു അലല്ലാഹ് ചൊല്ലുന്ന ബാബിന്റെ അടുത്ത് നോക്കോർബല സഹാബിമാർ ചൊല്ലു കുന്ന ഇദാ കുന്ന മാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തി ഞങ്ങ ഈ തശഹൂദിൽ ചൊന്നു ഇന്ന അസ്സലാമു അലല്ലാഹ് ഖബ്ല ഇബാദി അസ്സലാമു അലൈന ചൊല്ലറോട് ബദൽ അസ്സലാമു അലല്ലാഹ് ചൊന്നു ഇന്ന ബല. അപ്പൊ പിന്നെ ചൊന്നു ഇന്നെ അലൈന വഅല ഇബാദില്ലാഹി സ്വാലിഹീൻ ചൊന്നു ഇന്നാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തഖൂലു അസ്സലാം, നിങ്ങൾ എന്തൊരു ചൊല്ലണ്ട സലാമു അലല്ലാഹ്, അള്ളാഹുവിന്റെ മേൽ സലാമത്ത് കേട്ട് ചൊല്ലണ്ട. കാരണം എന്താ? ഫൈനല്ലാഹു വസ്സലാം അർത്ഥം ചൊല്ലോ, ഫൈനല്ലാഹു വസ്സലാം ആയിത്താ. അതേപോലെ അല്ലാഹു അൻതസ്സലാം അർത്ഥല്ലേ, വമിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. അവിടെ ഒന്ന് നോക്കൂ. അപ്പൊ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ചില പേരുകളുണ്ട്, ആ പേര് അള്ളാഹുക്ക് മാത്രം അവരെ. പിന്നെ നിങ്ങളെ പൽക്കത്തിലെപ്പം യാ ദൽ ജലാലി വൽ ഇക്റാം ആരെ ആരക്കട്ടെ അലില്ലു, നിങ്ങൾ തണലിട്ടുള്ളൂ, നിങ്ങൾക്ക് തണലിട്ടുള്ളൂ. എന്ത് തണല്? ഏതുകൊണ്ടു? യാദൽ ജലാലി വല്ലിക്റാം ചൊന്നുകൊണ്ടിരിക്കൂ. നിങ്ങളെ ദുആത്തിലൊപ്പം യാദൽ ജലാലി വല്ലിക്റാം ചൊല്ലുള്ളൂ. അതായത് ജലാലത്തുള്ളവനു ഇക്റാമുള്ളവനു ചൊല്ലുന്നതായത്. അപ്പോൾ ഇവിടെ വേറെ ദുആ നോക്കൂ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിഅന്ന ലകൽ ഹംദു, അല്ലാഹുവേ നിന്റെ ഒട്ടിക്ക് ഞാൻ കേട്ടുകൊണ്ടുള്ള നിക്കൈത്തിക്കറി എല്ലാ നമുത്തുള്ള ഹംദു ലാ ഇലാഹ ഇല്ലാ അൻത, നീ അല്ലാത്ത ഇലാഹില്ല. അൽ മന്നാനു ബദിഉസ്സമാ, നീ മന്നാൻ എത്തിക്കറ ജമ്മ നിഅമത്താക്കറു. ബദിഉസ്സമാവാതി വൽ അർദ് യാ ദൽ ജലാലി വൽ ഇക്റാം, ആകാശഭൂമികളും സുറൂത്തിൽ ഉണ്ടാക്കിയവನು. അതേപോലെ ദുൽ ജലാലി വൽ ഇക്റാം ചൊന്നാൽ പിന്നെ ഇതേ തിക്കറി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടിയത് തവസ്സുലാക്കോ പഠിപ്പാട്ടിയത്. ഇങ്ങനെ നിങ്ങൾ തവസ്സുലാക്കറു ചൊല്ലുന്നത് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് പഠിപ്പാട്ടിയത്.
അപ്പൊ ഇവിടെ നീ മനസ്സിലാക്കൂ, ഈ ഇതിന്റെ വിഷയത്തിൽ പറയും, ഇത് സലാമിന്റെ വിഷയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അസ്സലാമായി തിക്ര, അള്ളാഹുവിന്റെ മേൽ നിങ്ങൾ സലാമത്തി കട്ടിച്ചൊന്ന് ചൊല്ലണ്ട. അങ്ങനെ ചൊല്ലത് അള്ളാഹുക്ക് യോജിക്കാത്ത പൽക്കൈ തിക്ര്. ഇവിടെ വേറൊരു വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾ നിസ്കാരത്തിന് മുന്നുള്ളൂ സ്വലാത്തുൽ മക്തൂബ ഇദൻ സറഫ മിൻ സലാത്തുൽ മക്തൂബ യസ്തഗ്ഫിർ സലാസ അവണ്ടാക്കട്ട് സലാത്തിൽ പിന്നെ, അതായത് നിസ്കാരത്തിൽ പിന്നെ, കഡായമായ നിസ്കാരത്തിൽ പിന്നെ 3 വട്ട അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറു ചൊല്ലട്ട് പിന്നെ അല്ലാഹുമ്മ അൻതസ്സലാം വ മിൻകസ്സലാം തബാറക യാ ദൽ ജലാൽ വൽ ഇക്റാം ചൊല്ലട്ട്. ഇതേ തിക്റ് എന്തിർ ചൊല്ലുന്നുണ്ടെങ്കിൽ സലാമുൻ മിൻ ഖൗലും മിൻ റബ്ബിർ റഹീം ചൊല്ലുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ വെച്ചിട്ട് അവിടുത്തെ അഹൽക്കാർക്ക് അല്ലാഹുവിന്റെ തരഫിൽ നിന്നുള്ള ഒരു അഭിവാദ്യം എന്തിർ ചൊല്ലുന്നുണ്ടെങ്കിൽ സലാം ഖൗലൻ മിൻ റബ്ബിർ റഹീം, ഒരു ഖൗൽ അല്ലാഹുവിന്റെ തരഫിൽ നിന്ന്. അതേ തിക്റ് നിങ്ങൾ ചൊല്ലുക അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അവിടെ അള്ളാഹുവിന്റെ പേരല്ല, അവിടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ചൊല്ലുന്നത് അവിടെ നിങ്ങൾക്ക് അള്ളാഹു നിങ്ങളെ മേലിൽ കേട്ടിട്ടല്ല. അസ്സലാമു അലൈക്കും ചൊല്ലുമ്പോൾ അവിടെ അസ്സലാം ചൊല്ലുന്നത് അള്ളാഹുവിന്റെ പേരല്ലത്. അള്ളാഹു അതിൽ ഉദ്ദേശിക്കുന്നത് സലാമുല്ലാഹി അലൈക്കും, സലാമുല്ലാഹി അലൈക്കും, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അതേപോലെ സലാമുല്ലാഹി അലൈക്കും വറഹ്മത്തുഹു വബറകാതുഹു നിങ്ങളെ മേലുണ്ടാവട്ടു. അവിടെ ദുആ ഏത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തില് പരസ്പര മലായികത്ര കടത്തറ, മലായികത്രങ്ങൾ കടത്തറ. അങ്ങനെ ചൊല്ലു സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം, ഇല്ലെങ്കിൽ ഖീലൻ സലാമൻ സലാമ, നിങ്ങളെ മേൽ സലാമത്തിക്കട്ട് ചൊല്ലുന്നതായോ ആ ദുആ, ആ ഒരു അഭിവാദ്യ, ആ ഒരു ഹാരയ്ക്ക് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മലായികത്തിൽ നിന്നും അവന്റെ തറഫിൽ നിന്നും മുഅ്മിനിക്ക് വേണ്ടിയിട്ട് ഒരുക്കി വെച്ചതെത്തിക്കറ് ആ സലാം ചൊല്ലത് മനസ്സിലാക്കണം. അപ്പൊ അള്ളാഹുവിന്റെ മേൽ സലാമത്തിക്കട്ട് ചൊല്ല അങ്ങനെ ചൊല്ലുന്നത്. അപ്പൊ ഞങ്ങൾ മനസ്സിലാക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഈ സഹാബിമാരോ ഞങ്ങളെ മുന്നിലെടുത്ത് കാട്ടരുതോ, ഇങ്ങനെ എത്തിന്നിറങ്ങാണ്ട് നബിയുടെ കൂടമേ അങ്ങനെ എന്തും യാറെക്കൊരു അപ്പത്തി ഇതുപടിയാണ്ടിട്ട് ഞങ്ങൾ അങ്ങനെ ചൊല്ല ശൈലി നോക്കല്ല. കുന്ന ഞങ്ങൾ ഇതാ കുന്ന മാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ നബിയുടെ കൂടെ ഇന്നപ്പ ഫിസ്സല നിസ്കാരത്തില് കുൽന ഞങ്ങൾ ചെന്നോണ്ടിന്നാണ്ട്. അതായത് വേറെ ഹദീസിൽ ഇങ്ങനെ കണ്ട് എന്നെ ഇതാ ജലസ്ന മാ റസൂലില്ല, ഞങ്ങൾ റസൂലിനെ കൂടെ ദച്ച് തിന്നാണ്ട് അങ്കെന്തോ അപ്പുറത്തെ അതിന്റെ പേരൊന്നും പിടിയില്ല. അത് തശഹുദ് ചൊല്ലുന്നത് പിൽക്കാലക്കാർക്ക് മനസ്സിലാക്കുക, കാരണം അത് തശഹുദ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നില്ല, ഇതൊന്നും സബലു തശഹുദ് ചൊല്ല് പേര് വന്നു. അങ്ങനെ ചൊന്നു ഇന്നെ ഞങ്ങനെ പേര് കൂടെ ദച്ച് തിന്ന നിസ്കാരത്തിൽ ദച്ച് തിന്ന. അപ്പൊ ഞങ്ങൾ ചൊന്നു ഇന്നാണ്ട് അസ്സലാമു അലല്ലാഹ് ഖബ്ല ഇബാദി, അസ്സലാമു അലാ ഫുലാനി ഫുലാൻ ഇന്ന ആൾക്ക് വേണ്ടിയിട്ട് അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ കറക്ഷൻ ആക്കിയിട്ട് ചൊല്ലുന്നത്. അങ്ങനെ ആ ഒരു അങ്ങനെ ഇസ്ലാമൊരു സുറൂറ് അങ്ങനെ ഹാലത്രോ അല്ലാഹു സുബ്ഹാനഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് ആ ഹദീസിലൂടെ ഞങ്ങൾക്ക് മനസ്സിലായിത്തല്ലേ. അപ്പോൾ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിങ്ങ ഞങ്ങളെ ജീവനത്തിൽ ഒരു മാതിരി എത്തിക്കറ്. അല്ലാമാറ് ഇതില് ആരെല്ലാം കളിക്കാറ് ഈ അള്ളാഹുര നാമങ്ങളിൽ അള്ളാഹുര പേരിൽ ആരെല്ലാം കളിക്കാറ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ദുനിയാവിലു ഭാരി ജില്ലത്ത് കൊടുക്കറ, ഭാരി ജില്ലത്ത് കൊടുത്തറ ഇനിയും കൊടുക്കറ. അതേപോലെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സലാം ചൊല്ലുള്ള പേര് അള്ളാഹു സുബ്ഹാനഹു വ തആലക്കുള്ളതുണ്ട്, ഞങ്ങൾ സലാം ചൊല്ലതുണ്ട് അല്ലേ. അപ്പൊ അള്ളാഹുരൊട്ടിക്ക് ദുആർക്കറോ ദുആ ചില ദുആല്ല ഞങ്ങൾക്ക് പഠിപ്പിക്കപ്പെട്ടത്. ആ ദുആ ഒന്ന് റബ്ബിഗ്ഫിർലി വതുബ് അലയ്യ ഇന്നക അൻത തവ്വാബുർ റഹീം തവ്വാബുൽ ഗഫൂർ. അവിടെ അള്ളാഹുരുടെ പേരെടുത്ത് ചൊല്ലലാവും. നോക്കൂ ഞങ്ങളുടെ ഉദ്ദേശം എന്തേ പറച്ചോ നക്ക് മാഫാക്ക് നന്റെ തൗബ സ്വീകരിക്കും. അവിടെ ചൊല്ലുന്നത് തവ്വാബുൽ ഗഫൂർ, അള്ളാഹു നീ തൗബ സ്വീകരിക്കണം ഗഫൂർ ചൊല്ലു. ഗഫൂർ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അവനക്ക് ഇഷ്ടപ്പെട്ട പേരുങ്ങ അവന്റെ മുന്നിൽ ചെന്ന് അള്ളാഹുരെ കുസിയാക്കിയിട്ട് ഞങ്ങളെ ആവശ്യത്തെ അള്ളാഹുടെ മുന്നിൽ വെക്കരെ, അതോട് കൂടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ ആവശ്യത്തെ ഈടേരിക്കാക്കരെ. അതേപോലെ പിന്നെ അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ളുൽമൻ കസീറ, പടച്ച റബ്ബേ അല്ലാഹുവേ ഞാൻ എത്ര മസ്ഊൽമാക്കിരെ നന്റെ നഫ്സിന്റെ മേൽ. വലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത, നീ അല്ലാതെ പിന്നെ മാഫാക്കറോ ദോഷങ്ങളെ മാഫാക്കറോ ആരും ഇല്ല. ഫഗ്ഫിർലി മഗ്ഫിറത മിൻ ഇന്ദിക, നിന്റെ തറഫിൽ നിന്നുള്ള ഒരു മഗ്ഫിറത്ത് നക്ക് തന്നിരുത് റബ്ബേ. വർഹംനി, നിന്റെ മേൽ നീ റഹം ചെയ്ഞ്ഞിരു. അവിടെ ചൊന്നു ഇന്നക അൻതൽ ഗഫൂർ റഹീം. അവിടെ ഗഫൂർ റഹീം ചൊന്നു അള്ളാഹുരെ കുസിയാക്കിയിട്ട് ഞങ്ങളെ ആവശ്യത്തെ അള്ളാഹുരെ മുന്നിൽ വെക്കര്. ആ വെക്കലിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ ആവശ്യക്കത്തെ ഈടേരിക്കാക്കറ ഈടേത്തിക്കറ്. അപ്പൊ ഇവിടെ
സലാമത്ത് ചൊല്ലുന്നത് ഞങ്ങളുടെ അസ്സലാമു അലൈക്കും ചൊല്ലിന്റെ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നമ്മത്തുള്ള മുസീബത്തിൽ നിന്ന് നിങ്ങളെ സലാമത്താക്കട്ടെ ചൊല്ലുന്നത്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നു റബ്ബി സല്ലിം സല്ലിം ചൊല്ലുന്നത്. എവിടെ പിന്നെ ഈ മഹ്ശറിൽ ആൾമാരെല്ലാം ഒരുമിച്ച് കൂട്ടുന്ന സന്ദർഭത്തിൽ അങ്ങനെ അവസ്ഥ നോക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു സല്ലിം സല്ലിം പടച്ചോനെ ഞങ്ങളെ സലാമത്താക്കട്ടെ. അവിടെ എന്ത് ചൊല്ലിട്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഉദാഹരണം എടുത്ത് ചൊന്ന ദറബല്ലാഹു മസലൻ റജുലൻ ഫീഹി ശുറകാ. ഒരു മനുഷ്യരോ യജമാനന്മാർ ചെന്നാലുള്ളവർ അവന്റെ ഉദാഹരണം എടുത്ത് ചൊല്ലുണ്ട്. ഒരു മനുഷ്യർ യജമാനന്മാർ ഒർത്തല്ല ചെന്നാലുള്ളവർ ശുറകാ. ஒரு கம்பெனி எத்தனை மேனேஜர்மாருள்ளாரு ஒருத்தர் மெயின்டைன் ஆக்குற ஒருத்தர் நோக்குறோம். அப்ப எந்த அவன் அவஸ்தை മുത്തശാക്കി സുന അങ്ങനെ സമത്തിലില്ല. സമത്തിൽ നിന്നും ഭിന്നാവത്തല്ലേ കമ്പനി ചൊല്ലുമ്പോഴെല്ലാം ഒട്ടിക്ക് പോയി. ഇത് അങ്ങനെയല്ല. ഓർത്തർക്ക് അഭിപ്രായം ഓർത്തർ പിടിക്കില്ല. അങ്ങനത്തെ 10 മുദീർമാരെ ഓർത്ത അവന്റെ മേൽ കീഴിലൊരു എംപ്ലോയി ഇല്ലേ. അങ്ങനെ ഇന്ന് എന്താവും അവന്റെ ഉദാഹരണം. അവന്റെ ഓപ്പോസിറ്റിൽ ഇന്നൊരു ഉദാഹരണം ഒറജുലൻ സലമല്ലി റജുൽ. ഒരു മനുഷ്യർക്ക് മാത്രം സലാമത്തോട് കൂടിയിട്ടുള്ള ഒരു മനുഷ്യക്ക് മാത്രം സറണ്ടർ ചെയ്തുള്ള ഇങ്ങനെ രണ്ടാൾ ഒരേ പോലെ ഇങ്ങനെ രണ്ടാൾ ഒരേ പോലെ സാധ്യതയുണ്ടാ ഇല്ല. അപ്പൊ ഇവിടെ എന്തൊരു ചൊന്നുണ്ടത് സലം ചൊന്നെ എല്ലാ നമ്മത്തുള്ളൂ ആപത്തിലും മുസീബത്തിലും ബച്ചവായോണു. സലീമിന്റെ അർത്ഥമുണ്ട്. സലീം ചൊന്തല് എന്തൊരു സുരക്ഷിതമായോ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സലാമത്തിന് വേണ്ടി ദുആർക്ക് നിങ്ങളോട്ട് ചൊന്നറ പരസ്പരം നിങ്ങൾ ദുആർക്കറു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ചൊല്ലുല്ലേ ദുആ പരസ്പരം നിങ്ങൾ ചൊല്ലറു. അങ്ങനോട് കൂടിയിട്ട് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥമായ സലാമുള്ളവണ് അല്ലാഹു നിങ്ങൾക്ക് ആ സലാം തണ്ട. അപ്പൊ അതുകൊണ്ട് സഹോദരന്മാരെ ഞങ്ങളെ ഇന്നത്തെ ക്ലാസ്സിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ അസ്മാ ഒരു വിഷയത്തിൽ മനസ്സിലാക്കിയത് അതിലെ പോയിന്റ് നോക്കൂ. ഒന്ന് അല്ലാഹുക്ക് അസ്മാ ഉണ്ട് ചൊന്തു ഉറപ്പാക്കണം. രണ്ടാമത്തെ പോയിന്റ് ആ അസ്മാ അല്ല ഉന്നതമായത് ഉത്തമമായത് സുന്ദരമായത്. മൂന്നാമത്തത് അതുകൊണ്ട് നിങ്ങൾ തവസ്സുലാക്കറോ ചൊന്തുള്ള വിഷയമുണ്ട്. നാലാമത്തത് ആരല്ല അതിൽ തൊട്ടു ഇൽഹാദ് കളിക്കിറാ അതിൽ തൊട്ടു വേറെ അങ്ക് മനസ്സിക്ക് വന്ന പോലെ കളിക്കിറാ അങ്ക് നിങ്ങൾക്ക് സംബന്ധമില്ല ചൊന്തു നിങ്ങൾ വ്യക്തമാക്കണം. നിങ്ങൾ എന്താക്കണോ ഉദ്ഘോഷനാക്കണോ ഘോഷണാക്കണോ നമുക്ക് അങ്ക് സംബന്ധമില്ല. അപ്പൊ തഫ്സീർ ഇൽഹാദ് ചൊന്തുള്ളതിൽ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കി ಅಂದ್ರೆ ഇൽഹാദ് അർത്ഥം മനസ്സിലാക്കി. പിന്നെ ഇൽഹാദ് ഓർത്താക്കിന്റെ അവർക്ക് എന്തൊരു ശിക്ഷ സയുജ്സൗന മാ കാനൂ യഅമലൂൻ. അങ്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വലിയൊരു വിഷയം. അതിൽ സില്ലി വിഷയ ബാവ അത് വലിയ വിഷയാക്കണ്ട ചൊല്ലുകാവില്ല. കാരണം അല്ലാഹു ചൊന്ന സയുജ്സൗന മാ കാനൂ യഅമലൂൻ അങ്ങ് പ്രവർത്തിക്കുന്നത് തക്കതായ പ്രതിഫലം അനുഭവിക്കൊണ്ടിട്ടുണ്ട്. ഇനി എന്തൊരു ചൊന്ന ചർച്ചയാക്കി എന്തൊരു ചൊന്നിട്ടെങ്കിൽ സലാം ചൊല്ലുന്നതിന്റെ അർത്ഥം എന്തൊരു ചൊല്ല് മനസ്സിലാക്കിയ മാത്രല്ല അത് തഹിയ്യത്തെ തിക്കറ് ചൊല്ലുന്നത് മനസ്സിലാക്കി. തഹിയ്യത്ത് ചൊല്ലുന്നേ തഹിയ്യാത്ത് കേട്ടതില്ല. തഹിയ്യത്ത് ചൊല്ലുന്നത് അഭിവാദ്യം അഭിവന്ദനങ്ങ. പിന്നെ ഈ സലാം ചൊല്ലുന്ന പേര് അല്ലാഹു അല്ലാത്തങ്ങൾക്ക് വേറെ ആർക്കും സെറ്റാവില്ല. പിന്നെ അതിലുള്ള കാരണങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കിയ പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് യോജിക്കുന്ന രൂപത്തിലുള്ള ആ പേരുകളെ ഞങ്ങൾ പഠിക്കണോ ചൊല്ലൽ മനസ്സിലാക്കൂ. പിന്നെ നിങ്ങൾ ദുഃഖത്തിക്ക് ബേജാർക്ക് ഉള്ളതായോ അതിൽ നിന്ന് മുക്തമാവൊരു മാർഗം എന്തേ പഠിക്കണം. ഏതത് ഇന്നോർക്കാ ചൊല്ലുന്നത് എല്ലാം ഒന്ന് പടിയില്ല തങ്ങ அதுக்கு வேண்டி நான் இன்னொருக்கு சொல்றேன். எந்திரே அல்லாஹும்ம இன்னி அப்துக இப்னு அப்திக இப்னு அமதிக நாசியதி பியதிக இல்ல அத்லுன் ஃபியா قضاؤك மாலின் ஃபியா ஹுக்முக் அத்லுன் ஃபியா قضاؤك أسألك بكل اسم هو لك سميت به نفسك أو أنزلته في كتابك أو علمته أحد من خلقك أو استأثرت به في علم الغيب عندك أن تجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي وغمي. അങ്ങനെ ആയെങ്കിൽ ഇങ്ങനെ ചൊല്ലിയെന്തേ അല്ലാഹു അവന്റെ ആ ദുഃഖത്തെ ദൂരാക്കാൻ മറിക്കല. അവൻ ഏത് മുസീബത്തിലുള്ള ആ മുസീബത്തിനെ തൊട്ടു അവന്റെ ദൂരത്താക്കാൻ മറിക്കല. സുബ്ഹാനല്ലാഹ്. അത് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടാ മന്ത്രിച്ചു അത് കേട്ടെങ്ങ പഠിച്ചു തിക്കൊണ്ടുണ്ട്. ലാ യംബഗി ലിമൻ സമിഅ അൻ യതഅല്ലമഹ ലിമൻ സമിഅ ഓർത്ത കേട്ടവനും ഇത് പഠിക്കുന്നത് ആവശ്യമുള്ളതായി തിക്കറ്. ആര് ചൊന്നോ? ഞങ്ങളെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ഹക്കായിട്ട് മനസ്സിലാക്കുള്ള തൗഫീഖ് തരട്ടെ. അല്ലാഹുവിന്റെ അസ്മാഅങ്ങളോ യഥാർത്ഥ രൂപത്തിൽ പഠിച്ചിട്ട് അഹ്സാഹാ ദഖലൽ ജന്ന ചൊന്നേ
ആരത് കൃത്യമായി മനസ്സിലാക്കുക അവൻ സ്വർഗത്തേക്ക് പോകണ്ട ചൊല്ലില്ലേ ആ ഒരു കാറ്റഗറിയിൽ അള്ളാഹു ഞങ്ങൾ എല്ലാവരും ഉൾപ്പെടുത്തട്ടെ. അള്ളാഹു സുബ്ഹാനഹു തആല അവൻ്റെ ദീൻ പഠിക്കുകയില്ല എല്ലാ നമ്മത്തിലെ മനസ്സും തൗഫീഖ് ഞങ്ങൾക്ക് എല്ലാവർക്കും തരട്ടെ. ഞങ്ങൾ നിമിത്ത് പണ്ടതായി എല്ലാ നമ്മത്തിലെ ഏറെക്കുറടി ചെറിയ വലുതായ ദോഷങ്ങൾ അള്ളാഹു സുബ്ഹാനഹു തആല വിട്ടുപുറത്ത് മാഫാക്കിരട്ടെ. അള്ളാഹു സുബ്ഹാനഹു തആല സ്വർഗത്തിൽ എത്തിപ്പെട്ടപ്പ ആ സലാം ചൊല്ലിലെ തഹിയ്യത്ത് കിട്ടോ സൗഭാഗ്യമുള്ള ആൾമാരെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. അള്ളാഹു സുബ്ഹാനഹു തആല അള്ളാഹുവിന്റെ നാമത്തിൽ കളിക്കുന്നതായോ ഇലഹാദ് നടപ്പാട്ടതായോ എല്ലാ ഖുറാഫാത്തുള്ളങ്ങളിൽ നിന്നും എല്ലാ ജഹാലത്തുള്ളങ്ങളിൽ നിന്നും എല്ലാ ഇൻകാറാക്കലിൽ നിന്നും അള്ളാഹു സലാമത്താക്കട്ടെ. അതേപോലെ അള്ളാഹു സുബ്ഹാനഹു തആല നുവല്ലിഹി മാ തവല്ല ചൊല്ലിലെ ആ സാലിമിങ്ങളെ തൊട്ടു അള്ളാഹു ഞങ്ങളെ സലാമത്താക്കട്ടെ. റബ്ബ് സുബ്ഹാനഹു തആല ഞങ്ങളെ ജന്നാത്തുൽ ഫിർദൗസിൽ അമ്പിയാക്കന്മാരെ കൂടെ ഔലിയാക്കന്മാരെ കൂടെ സിദ്ദീഖ്മാരെ കൂടെ ശുഹദാക്കന്മാരെ കൂടെ ഞങ്ങൾ ഉൾപ്പെടുത്തട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.